റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാല കൂടി റെഡിയാക്കാനുണ്ട്. കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് നല്ലപോലെ മെൽട്ടാക്കിയതിന് ശേഷം ചെറിയൊരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയൊരു പച്ചമുളകും തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നല്ലോണം വാടി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാല മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൊടികൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ആട്ടപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ കലക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. ദോശമാവിൻ്റെ എല്ലാം ആ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കാം. ദോശക്കല്ല് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ നല്ല നേരിയതായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ പോലെയല്ല, ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. നമ്മൾ ഇതിൽ മസാലയെല്ലാം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.